എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 6-ാം ദിവസം. പ്രദോഷ വ്രത മാഹാത്മ്യം തുടരുന്നു. ഓം നമ ശിവായ. ഗന്ധർവരാജൻ ഭൂമിളവൻ്റെ പുത്രിയാം ഗന്ധർവകന്യ സർവാംഗസുന്ദരി അംശുമതി എന്നു പേരാം സുലോചന സംശയം പൂണ്ടു വിചാരിച്ചു ചേതസ. ആശ്ചര്യമാശ്ചര്യമാരിവൻ ദൈവമേ നിശ്ചലാകാര സൗന്ദര്യ മനോഹരൻ അശ്വിനി ദേവനോ കാമനോ സോമനോ വിശ്വൈകരം നളക്ഷോണിപാലനോ. നേത്രസാഫല്യം ലഭിച്ചു നമുക്കിന്ന് നേത്രാമൃതാകാര സാരനെ കാണുകയാൽ ഏവം വിചാരിച്ചനങ്കാനുസിദ്ധമാം ഭാവം മറച്ചു പറഞ്ഞു പതുക്കവേ. തോഴിമാരെ നിങ്ങൾ ഉദ്യാനഭൂമിയിൽ താഴത്തു വീഴുന്ന പുഷ്പം ത്യജിക്കടോ. ദക്ഷിണഭാഗെ വിളങ്ങുന്ന പൂങ്കാവിലീക്ഷണം ചെയ്താലും എത്ര മനോഹരം. കൊമ്പുകൾ താണുള്ള കുന്തമന്താരവും ചെമ്പകാശോകവും ജാതിചൂതങ്ങളും മുല്ലചേമന്തിയും നല്ല പുന്നാകവും നല്ലാർമണികളെ ചെന്നറുത്തേടുവിൻ. സഞ്ചാരഖേദം കുറഞ്ഞാൽ അനന്തരം അഞ്ചാതെ ഞാനും വരുന്നുണ്ടു മെല്ലവേ. രാജകുമാരനെ കണ്ടു കാമിക്കയാൾ വ്യാജം പറഞ്ഞാളിമാരെ പിരിച്ചവൾ. 4-5 കാലടി മുന്നോട്ടു ചെന്നവൾ ബാലഭൂപാലനെ സൽക്കരിച്ചിടിനാൾ. പല്ലവും പൊട്ടിച്ചിരിപ്പാൻ കൊടുത്തുകൊണ്ട് ഉല്ലാസമന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൾ. ധീരാതി ഗംഭീരചാരുമൂർത്തേ ഭവാൻ ആരെന്നറിഞ്ഞു പൂജിക്കേണ്ടു ഞാനിടോ. ഏതൊരു വംശമലങ്കരിക്കുന്നു നീ? താതാമാതാക്കളാരെന്നു പറയടോ. നിന്നുടെ ദർശനം കൊണ്ടുമേ മാനസേ ഉന്നതാനന്ദ സന്തോഷം ഭവിച്ചിതു. എന്നുടെ വാർത്ത ഞാൻ മുന്നമേ ചൊല്ലുവൻ, പിന്നെ നീ നിന്നുടെ വാർത്ത ചൊല്ലിയിടോ. അംശുമതി എന്നെനിക്കു നാമം, സഹേ വംശവും ഗന്ധർവവംശമറിക നീ. ഗന്ധർവരാജൻ രമിളാഖ്യൻ ഉത്തമൻ സിന്ധുഗംഭീരൻ മദീയ താതൻ ശുഭൻ. സർവസംഗീത വിദ്യാഗുണം കൊണ്ട് ഞാൻ ഗീർവാണിമാരെ ജയിക്കുന്നു സർവദാ. ഗന്ധർവഭേദാദി സർവം ഗ്രഹിച്ചൊരു ഗന്ധർവകന്യ ഞാൻ അന്യാതിശായിനി. വീരചൂടാമണേ നിന്മേനി കാണുകയാൽ പാരം കുതൂഹലം പൂണ്ടു നിന്നിടുന്നേൻ. കേളി സല്ലാപ സാരസ്യകാംക്ഷാവശാൽ ആളിമാരെ പിരിച്ചാശു വന്നിടുന്നേൻ എന്നതു കേട്ടുര ചെയ്തു നൃപാത്മജൻ. സുന്ദരീരത്നമേ കേട്ടാലും ആദരാൽ സത്യം ഗ്രഹിക്ക നീ. വൈദർഭരാജനാം സത്യരഥൻ്റെ സുതൻ ഞാൻ സുലോചനെ. താതനെ പോരിൽ കൊല ചെയ്തു വൈരികൾ മാതാവ് കാനനം ബുക്കിലു ഗർഭിണി. അക്കാലം എന്നെ പ്രസവിച്ചനന്തരൻ അക്രം പിടിച്ചു സുരാലയം ബുക്കുപോൽ. വിപ്രാങ്കനയാശു വന്നെടുത്താതരാൽ ഇപ്രകാരം വളർത്തിയിടിനാരെന്നെയും. തൽപുത്രഭാവന തത്രമേ വീഴുന്നു മൽപരമാർത്ഥം ഈ വണ്ണം മനോഹരേ. അപ്പോൾ ഉര ചെയ്തു ഗന്ധർവകന്യക നൽപുരുഷോത്തമ കേൾക്കേൻ വാക്കു നീ. കാന്താരമണ്ഡലെ കണ്ടൊരു നേരത്ത് നാം തമ്മിലുണ്ടായ വിശ്വാസം ഇങ്ങനെ. ആജീവനാന്തം മറക്കാതിരിക്കണം രാജീവലോചന നിൻ പ്രാണനാഥ ഞാൻ. ഇത്തം പറഞ്ഞു കുറഞ്ഞൊരു ലജ്ജാവക്രവും താഴ്ത്തി കുറിഞ്ഞു നിന്നിടിനാൻ. മുത്തങ്ക വക്ഷോജ മധ്യേ വിളങ്ങുന്ന മുത്തുമാലാകണം എല്ലാം അഴിച്ചവൾ ധർമ്മഗുപ്തൻ്റെ കരത്തിൽ കൊടുത്തുടൻ കൺമുനത്തെല്ലുകൊണ്ടെയ്തു നിന്നിടിനാൾ. മാരബാണം വന്ന് മാറിൽ തറയ്ക്കയാൽ പാരം തളർന്നൊരു രാജകുമാരനും ഹാരങ്കരം കൊണ്ടു മേടിച്ചു സാദരം. സാരാംഗനേത്രയോടേവം പറഞ്ഞതു. വിത്തവും രാജ്യവും ബന്ധുക്കളും വെടിഞ്ഞ് അത്യന്ത ദാരിദ്ര്യഭാജനം ഞാനിടും. ഉത്തമ സ്ത്രീമണെ നിന്നോട് ചേരുവാൻ പാത്രമായി ഇടുമോ. ചിന്തിച്ചു ചൊൽകനി നിന്നുടെ ബന്ധുക്കളാരും ഗ്രഹിക്കാതെ നിന്നുടെ പാണിഗ്രഹം മമയോഗ്യമോ എന്നുള്ള ഭൂപാലവാക്യമേവം കേട്ട് മന്ദസ്മിതം പൂണ്ടു ചൊന്നാൾ കൃശോദരി. ഉണ്ടാമുപായം ക്ഷമിക്ക നീ സുന്ദരാദണ്ഡാർശരോപമ. മറ്റന്നാൾ വരിക നീ വിപ്രകുമാരനോടൊന്നിച്ചു. മറ്റേന്നാൾ ഇപ്രദേശത്തെ പ്രഭാതേ ഭജിക്ക നീ എന്നുര ചെയ്തു സഖികളോടൊന്നിച്ച് മന്ദം ഗമിച്ചിതു ഗന്ധർവകന്യക. ധർമ്മഗുപ്തൻ മുതാ കന്യകാ ദർശനാൽ ജന്മസാഫല്യമെന്നോർത്തു പതുക്കവേ. വിപ്രകുമാരനെ പ്രാപിച്ചു കൗതുകാലി പ്രസംഗങ്ങളെ കേൾപ്പിച്ചനന്തരം ഗേഹം പ്രവേശിച്ചു മാതാവിനെ തൊഴുതാഹാരവും കഴിച്ചത്രമേ വീടിനാർ. ഗന്ധർവകന്യകദാനം സഖികളും ഗന്ധർവരാജനെ ചെന്നു വണങ്ങിനാർ. വൃത്താന്തമെല്ലാം പറഞ്ഞു കേട്ടപ്പോഴേ ചിത്തം തെളിഞ്ഞിതു. ഗന്ധർവരാജനും മുന്നം പറഞ്ഞു പിരിഞ്ഞോരവസരെ വന്നിതു ഗന്ധർവരാജനും പുത്രിയും ഗന്ധർവവൃന്ദവും നാരീജനങ്ങളും ബന്ധുഭൃത്യന്മാരും അത്ര വന്നിടിനാർ. രാജകുമാരൻ ജനനിയോടിക്കഥ വ്യാജഹീനം പറഞ്ഞാശ്വസിപ്പിച്ചുടൻ വിപ്രകുമാരനോടൊന്നിച്ചു സത്വരൻ തത്പ്രദേശത്തെ പ്രവേശിച്ചതിനെ.
കാണായിതന്നേരം അത്യന്ത വിസ്മയം വീണാധരേന്ദ്രൻ്റെ യോഗം മനോഹരം. മേണാക്ഷിമാരുടെ വൃന്ദവും തന്നെ പ്രാണങ്ങളാകുന്ന ഗന്ധർവകന്യകയും വേണാംഗബിംബപ്പാകാശം കണക്കിനെ ചേണാർന്ന ദിവ്യ തേജസ്സിൻ മഹത്വവും ആലവട്ടങ്ങളും ആദപത്രങ്ങളും താലവ്യജനവും രത്നദീപങ്ങളും പാരിജാതദ്രുമം കൊമ്പുകളിൽ നിന്ന് കോരിച്ചൊരിയുന്ന ദിവ്യപുഷ്പങ്ങളും ആനതേർക്കാലാൽ കുതിരപ്പടകളും കാനനം തന്നിൽ വിളങ്ങു നിന്നതിനെ സന്തുഷ്ടചിത്തനാൻ ധർമ്മപുത്രൻ ചെന്ന് ഗന്ധർവരാജനെ താണു വണങ്ങിനാൻ. പാണി രണ്ടും പിടിച്ചാലിംഗനം ചെയ്ത് വീണാധരേന്ദ്രൻ പറഞ്ഞു തുടങ്ങിനാൻ. രാജേന്ദ്രനന്ദന കേട്ടാലും അത്ഭുതം. രാജരാജ ജലവാസി മഹേശ്വരൻ നിന്നെക്കുറിച്ച് നിതാന്തം പ്രസാദിച്ചു. നിന്നുടെ ഭക്തി വിശ്വാസങ്ങൾ കാണുകയാൽ ഇന്നലെ സന്ധ്യയ്ക്ക് ചെന്ന് ഞാൻ കൈലാസ മന്ദിരെ മേവുന്ന ദേവനെ കാണുവാൻ വന്ദനം ചെയ്ത് നിൽക്കുന്ന നേരം എന്നോട് ചന്ദ്രാർത്ഥശേഖരൻ മന്ദമരൾ ചെയ്തു. ഗന്ധർവരാജൻ രമിളാധരിക്ക് നീ ബന്ധുത്വം ഒന്നുണ്ട് കേൾക്ക ഭവാനടോ. ധർമ്മഗുപ്താഖ്യാനം ഭൂപാലബാലകൻ ധർമാനുകൂലം പ്രദോഷവൃതം പൂണ്ട് നമ്മെ ഭജിക്കുന്ന ശാണ്ഡില്യ ശാസനാൽ നന്മയ്ക്കുവാൻ ചെയ്യാ ചാരുധീരാകൃതി കുണ്ടീനാകാരവും നാടും നഗരവും ചണ്ഡല സോരന്മാർ പിടിച്ചടക്കിയിടിനാർ. താതനം വെട്ടി മരിച്ചത് ശങ്കരെ, മാതാവിനും വനെ നാശം ഭവിച്ചത് വിപ്രാങ്കന ഗ്രഹേമേവുന്ന ബാലകൻ വിപ്രകുമാരനും മൽഭക്തിശാലികൾ. വിപ്രകുമാരൻ്റെ ദാരിദ്ര്യ സങ്കടം ക്ഷിപ്രം കളഞ്ഞു കൃതാർത്ഥത നൽകിനേൻ. ധർമ്മഗുപ്തനു കൊടുക്കേണം ഇന്ന് നീ നിന്മകളായുള്ള ഗന്ധർവകന്യകയെ. ശത്രുക്കളെ ഒന്ന് നാടും നഗരവും ക്ഷത്രിയപുത്രൻ നൽകിയിടണം ഭവാൻ. തൽപിതാക്കന്മാരെ ശേഷം കൃതാർത്ഥരായി മൽപാർശ്വഭാഗെ വസിക്കുന്ന സാമ്പ്രതം എന്നരുൾ ചെയ്തു ജഗന്നായകൻ ശിവൻ എന്നതു കൊണ്ടു തരുന്നു ഞാൻ പുത്രിയെ. പുത്ര പരിഗ്രഹിച്ചാലും മടിയാതെ പുത്രിയെ വരിക നീ ഭർത്താവിവൻ തവ. ക്ഷോണീപതികൾക്കു ഗന്ധർവമായുള്ള പാണിഗ്രഹണം യോഗ്യമെന്നുണ്ട് ശാസ്ത്രവും. ഗന്ധർവകന്യയെ സ്വീകരിച്ചിടുവാൻ ഗാന്ധർവമല്ലാതെ മറ്റെന്തു ചെയ്വതും ഇത്തം പറഞ്ഞു ധനുജയെ നൽകിനാൻ. എത്രയും മോദേന ഗന്ധർവപുങ്കവൻ. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.